മോഹൻ കുന്നുമ്മലിന്റെ രാജ്യസ്നേഹം എന്നുള്ളത് RSS വിഭാവനം ചെയ്യുന്ന രാജ്യസ്നേഹമാണ്. അത് സംഘപരിവാർ താല്പര്യത്തിന്റെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ മനുഷ്യത്വ വിരുദ്ധമായ രാഷ്ട്രീയത്തിന്റെ രാജ്യസ്നേഹം. അത് ഇന്ത്യൻ രാജ്യസ്നേഹവുമായിട്ട് തുലനം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ഇന്ത്യയും ഈ പറയുന്ന മോഹൻ കുന്നുമ്മൽ പറയുന്ന രാജ്യസ്നേഹത്തിന്റെ അതും തമ്മിൽ ഒട്ടനവധി വ്യത്യാസമുണ്ട്. അത് ഗാന്ധിയിൽ നിന്ന് തുടങ്ങുന്നതാണ്. അത് ഈ പറഞ്ഞ ബന്ധപ്പെട്ട അത് ഞങ്ങൾ അറിഞ്ഞു. ബന്ധപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്നത് വിദ്യാർത്ഥികളെ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രാജ്യദ്രോഹി എന്നാണ്. രാജ്യദ്രോഹി എന്നാണെന്ന് മാത്രമല്ല, നിങ്ങൾക്കെതിരെ വരാൻ വേണ്ടി പോകുന്നത് നാഷണൽ ഇന്റലിജൻസ് ഏജൻസി എന്നാണ്. അപ്പൊ NIA ഒക്കെ കടന്നു വരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മോഹൻ കുന്നുമ്മൽ തിരുത്തുക, വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മോഹൻ കുന്നുമ്മൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. RSS ശാഖയിൽ പഠിപ്പിക്കുന്ന ഒന്നാണ് മാപ്പ് പറയേണ്ട കാര്യങ്ങൾ. അതിനെ വളരെ സവിശേഷകരമായി അടയാളപ്പെടുത്തുന്നതാണ് RSS ശാഖ. മാപ്പ് പറയുന്നത് വളരെ ഒരു ടോപ്പിക്കായി തന്നെ പഠിപ്പിക്കുന്നതാണ്. അവരുടെ ക്രീഡകൾ അതൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായില്ലാത്ത അതിൽ പ്രധാനമായിട്ടുള്ളതാണ് മാപ്പ് പറയാനും. ഇതൊക്കെ ആ സിലബസിൽ ഉണ്ടാവും. ആ സിലബസ് മറന്നു പോകാതെ അദ്ദേഹം കൃത്യമായി നിർവചിക്കുക. വിദ്യാർത്ഥികളുടെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത്. കേരള സർവകലാശാലയിൽ ഞങ്ങൾ നേരിട്ട് തന്നെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്ന അതിൽ ഇടപെട്ട ആളാണ് മോഹൻ കുന്നുമ്മൽ. എവിടെയൊക്കെ സർവകലാശാലകളെ, കേരളത്തിലെ സർവകലാശാലകളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഈ VC എടുക്കുന്നത്. അപ്പോൾ ഇനി ഇദ്ദേഹത്തെ സഹിച്ചു പോവാൻ ഈ വിദ്യാർത്ഥികളൊക്കെ ഭീഷണിപ്പെടുത്തി കത്തയച്ച് പേടിപ്പിക്കാൻ ആ കത്തും കൊണ്ട് അവിടെ ഇരിക്കുക എന്നല്ലാതെ ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അതിന്റെ ഭാഗമായി രേഖപ്പെടുത്തുകയാണ്.